ഹായ് ഹലോ അസ്സാം വലൈക്കും എല്ലാവർക്കും ഹനാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്നത്തെ മുട്ട വെച്ച് ചെയ്യാൻ പറ്റിയ നല്ലൊരു സ്നാക്കുമായിട്ടാണ് വന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കാം. നമുക്ക് ആദ്യം ഒരു മസാലയാണ് ഉണ്ടാക്കേണ്ടത്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ കുറച്ച് കാശ്മീരി മുളകാണ് എടുത്തത്. അപ്പോൾ അത് കഴുകി വൃത്തിയാക്കിയ ശേഷം ഒരു പാനിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഇത് അരച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്, നല്ല രീതിയിൽ സ്മൂത്തായിട്ട് അരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി ഇതാ ഞാൻ കുറച്ച് മുട്ടയും കൂടി പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട് കേട്ടോ ഈ ഒരു ഗ്യാപ്പിലാണ്. അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട്. നമ്മളെ മുളകെല്ലാം ഇതായിട്ടുണ്ട്. നല്ലോണം തിളച്ച് ഇതാക്കണം, വറ്റി കിടക്കണമെന്നില്ല. ചെറുതായിട്ട് തിളച്ചാൽ തന്നെ അത് റെഡി ആയിട്ടുണ്ടാവും. ഇനി ഇതിലോട്ട് ഒരു 4 അല്ലി വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂൺ വിനീഗറാണ് ഇട്ടത്. ഇനി ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം, നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. ഇതിലേക്ക് ഒരു സാധനം ഇടാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം, എന്നിട്ട് വേണം അരച്ചെടുക്കാൻ. അപ്പോൾ നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ഈ ഒരു മുളക് നമുക്ക് കാശ്മീരി മുളക് യൂസ് ചെയ്ത് തന്നെ നല്ലൊരു കളറ് കിട്ടും നമ്മളെ സ്നാക്കിലോട്ട്. അത് മാത്രമല്ല ഇതൊരു സോസിന് വേണ്ടിയിട്ടാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ ഈ ഒരു സോസ് കൊണ്ട് നമുക്ക് പല തരത്തിലുള്ള ചിക്കൻ റെസിപ്പീസൊക്കെ ഉണ്ടാക്കാം. ഷെസ്വാൻ ചിക്കനൊക്കെ നല്ല രീതിയിൽ ഉണ്ടാക്കാൻ പറ്റും. പിന്നെ അതുപോലെ ഒരുപാട് ടൈപ്പുള്ള ചിക്കൻ റെസിപ്പീസ് ഉണ്ട് കേട്ടോ ഈ ഒരു സോസ് കൊണ്ട്. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് അരച്ച് വെച്ചിട്ടുണ്ട്. നമുക്കിത് വേണമെങ്കിൽ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാൻ വെക്കാം. നമുക്കിതിൽ വേണമെങ്കിൽ മുളക് പൊടി യൂസ് ചെയ്യാം കേട്ടോ, പക്ഷേ ഒരു കളറിന് ചെറിയ വ്യത്യാസം ഉണ്ടാകും. അപ്പോൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂണ് ഇട്ടിട്ടുണ്ട് ഒരു പാത്രത്തിലോട്ട്. അതിലോട്ട് ഞാൻ കുറച്ച് സോയാ സോസാണ് ചേർത്തത്. അപ്പോൾ 1 ടേബിൾ സ്പൂൺ സോയാ സോസ് ചേർത്ത്, പിന്നെ 1 ടീസ്പൂണ് കോൺഫ്ലോർ ചേർത്ത്, പിന്നെ 1 ടീസ്പൂണ് വിനീഗർ, 1 ടീസ്പൂണ് മൈദ. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കാം. അപ്പോൾ ഇതെല്ലാം മിക്സാക്കി എടുത്തിട്ടുണ്ട്. നമ്മളിതിലേക്ക് ഉപ്പ് ചേർത്തില്ലായിരുന്നു. നന്നായി മിക്സാക്കിയ ശേഷം ഉപ്പ് ചെക്ക് ചെയ്ത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് ഒന്നുകൂടെ മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതാ മുട്ട എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾക്ക് എത്ര മുട്ട ഉണ്ടെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ടുള്ള മസാല ഉണ്ടാക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു മുട്ട കട്ടയാക്കി ഇതിലേക്ക് നന്നായിട്ടൊന്ന് മസാല തേച്ച് പിടിപ്പിക്കുന്നുണ്ട്. അതിൻ്റെ ആ ഒരു കട്ടാക്കിയ ഭാഗത്തായിരിക്കും നല്ലോണം മസാല ഇടേണ്ടത് കേട്ടോ. ഇനി ഒരു പാന് ചൂടാക്കിയ ശേഷം അതിലോട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ഈ മസാല ആക്കിയ മുട്ട ഇതിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് പൊരിച്ചെടുക്കാം. 2 സൈഡ് തിരിച്ചും മറിച്ചോട്ട് പൊരിച്ചെടുക്കണം. അപ്പോൾ ഇതിൽ നല്ലോണം പൊരിഞ്ഞ് ആ കളർ മാറേണ്ട ആവശ്യമില്ല. അത് ജസ്റ്റ് ഒന്ന് പൊരിഞ്ഞ് കിട്ടിയാൽ മതി കേട്ടോ. അപ്പോൾ തിരിച്ചും മറിച്ചോട്ട് 2 സൈഡ് നമുക്ക് പൊരിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ മുട്ടയെല്ലാം നന്നായിട്ടൊന്ന് പൊരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നേരത്തെ ആക്കി വെച്ച ആ ഒരു മുളകിൻ്റെ പേസ്റ്റ് ഉണ്ടല്ലോ, അതിൽ നിന്ന് 1 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ചൊന്ന് വെള്ളം ഒഴിച്ച് ഒന്ന് ലൂസാക്കി എടുക്കുക, ഓവറായിട്ട് ലൂസാക്കണ്ട. 1 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. ഒന്ന് ലൂസാകാൻ വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ. ഇനി ഇതിലോട്ട് നമ്മൾ കുറച്ചും കൂടെ സാധനം ചേർത്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ നമ്മളിതിലേക്ക് ചേർക്കുന്നത് ടൊമാറ്റോ കെച്ചപ്പാണ്. അത് 3 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സാക്കി ഒന്ന് ചെക്ക് ചെയ്യാം. നമുക്ക് വേണമെങ്കിൽ പിന്നെയും ചേർത്ത് കൊടുക്കട്ടെ. അപ്പോൾ ഒരു ലൈറ്റ് പുളിയും എരിവും മധുരവും ഒക്കെ ചേരുമ്പോൾ ടേസ്റ്റ്. പിന്നെ ഞാനിതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തു. പിന്നെ ഞാനിതിലേക്ക് കുറച്ച് ഒറിഗാനോ ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇതുണ്ടെങ്കിൽ ഇത് ചേർത്ത് കൊടുക്കാം, നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ എല്ലാം കൂടിയിട്ട് നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സോസും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇന്നത്തെ ഉച്ചഭക്ഷണം മന്തി ആക്കാമെന്ന് വിചാരിച്ചു. കുറേ നാളായി കുട്ടികൾ പറയുന്നു മന്തി ആക്കണം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എനിക്ക് ടൈം കിട്ടാത്തതുകൊണ്ട് ഞാനതിന്ന് ഉണ്ടാക്കാൻ തന്നെ നിന്നിട്ടില്ല. അപ്പോൾ ഇന്ന് എന്തായാലും മന്തി ആക്കി. അപ്പോൾ ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്ന മന്തി. ഇവിടെ നിന്ന് മാത്രമല്ല നാട്ടിലും എല്ലാവർക്കും ഇഷ്ടം. ഇത് പറയുമ്പോഴാണ് വേറൊരു കാര്യം കൂടി നിങ്ങൾക്കൊന്ന് ഓർമ്മിപ്പിക്കാമെന്ന് വിചാരിച്ചത്. ഞാൻ ഇപ്പോൾ ഉള്ളത് ഗൾഫിലാണ് കേട്ടോ. അപ്പോൾ റേറ്റ് എത്രയാണെന്ന് ചോദിച്ചാൽ എനിക്ക് എല്ലാത്തിൻ്റെയും കറക്റ്റ് അറിയില്ല. ഞങ്ങൾ ചോദിക്കുന്ന ഓരോ സ്നാക്കിൻ്റെയും റേറ്റ് ഞാൻ നാട്ടിലുള്ള ഫ്രണ്ട്സിനോട് ചോദിച്ചിട്ടാണ് ഞാൻ അതിൻ്റെ റേറ്റ് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഉണ്ടാക്കുമ്പോൾ അതിന് കോസ്റ്റിനനുസരിച്ചിട്ടാണ് കേട്ടോ ഓരോ റേറ്റ് ഇടുന്നത്. അപ്പോൾ ഇന്ന് ഞാനിപ്പോൾ ഇവിടെ കാണിക്കുന്ന ഈ ഒരു സ്നാക്കിൽ അധികമൊന്നും ചിലവില്ലാത്ത പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് നമ്മൾക്ക് ഇതിന് ആവശ്യത ഉരുളക്കിഴങ്ങാണ് കേട്ടോ. ഉപ്പിട്ട് വേവിച്ച് എടുത്ത് ഉരുളക്കിഴങ്ങ് നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് ബ്രെഡ് ആവശ്യം. ബ്രെഡ് ഇതുപോലെ ഒന്ന് നനച്ചെടുത്തതിന് ശേഷം പൊടിച്ചെടുക്കുക, അല്ലെങ്കിൽ മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുത്താലും മതി കേട്ടോ. അപ്പോൾ അത് ഒരു 4 ബ്രെഡ് പീസോളം ഞാൻ ഇതിലേക്ക് എടുത്തിട്ടുണ്ട്. ഉരുളക്കിഴങ്ങ് 2 വലിയ ഉരുളക്കിഴങ്ങാണ് കേട്ടോ എടുത്തത്. ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ച മുളകിന്ന് ഒരു ടേബിൾ സ്പൂണ് എടുത്തിട്ടുണ്ട് കേട്ടോ.
ഇനി ഇതിലേക്ക് ചേർക്കുന്നത് കോൺഫ്ലോർ ആണ് കേട്ടോ. അപ്പോൾ 5 ടേബിൾ സ്പൂണോളം കോൺഫ്ലോർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം. കൈകൊണ്ട് തന്നെ നന്നായിട്ട് മിക്സാക്കി എടുക്കണം. അപ്പോൾ ഇതിലേക്ക് കൂടുതൽ മുളക് പൊടി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് നന്നായി മിക്സാക്കിയ ശേഷം കുറച്ചും കൂടെ മുളക് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു 1/2 ടേബിൾ സ്പൂണോളം മുളക് വീണ്ടും ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ഒന്നും കൂടെ കുഴച്ചെടുക്കുക. അപ്പോൾ കുറച്ചും കൂടെ നല്ല കളർ കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് മുളക് പൊടി വേണമെങ്കിൽ അങ്ങനെ യൂസ് ആക്കാം. പക്ഷേ ഈ ഒരു മുളകിൽ നമ്മൾ വെളുത്തുള്ളിയും വിനീഗറും ഒക്കെ ചേർത്ത് അരച്ചതുകൊണ്ട് തന്നെ നല്ലൊരു ഫ്ലേവറാണ് ഇതിന്. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ കുറച്ച് ഓയിൽ ഇതിൻ്റെ മുകളിലോട്ട് തടവി കൊടുക്കുക. ഒന്നും കൂടെ സോഫ്റ്റായിട്ട് നമുക്ക് കുഴച്ചെടുക്കാനും പരത്തിയെടുക്കാനും ഒക്കെ പറ്റാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഓയിൽ ഒഴിച്ചത്. ഇനി നമ്മളിത് ഓരോ ബോൾസാക്കി മാറ്റി വെക്കാം. എനിക്കിവിടെ 10 ബോൾസായിട്ടാണ് കിട്ടിയത്. അപ്പോൾ ഇനി നമ്മളിത് പ്രസ്സിലിട്ട് ഒന്ന് പരത്തിയെടുക്കുക. കൈ കൊണ്ടും ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇത് പ്രസ്സിലോട്ട് കുറച്ച് ഓയിൽ ഒന്ന് തടവി കൊടുത്തിട്ട് അതിലേക്ക് വെച്ച് ഒന്ന് ജസ്റ്റ് ഒന്ന് പരത്തിയെടുത്താൽ മതി. കൂടുതലാക്കണമെന്നില്ല. കുറച്ചൊക്കെ തടി വേണം. എന്നിട്ട് അതിൻ്റെ നടുഭാഗത്തായിട്ട് നമ്മൾ ഉണ്ടാക്കിയ ആ ഒരു സോസ് വെച്ച് അതിലേക്ക് ഒരു മുട്ട പീസും വെച്ച് ഒന്ന് കവർ ചെയ്തെടുക്കാം. നമുക്ക് വേണ്ട ഷേപ്പ് പോലെ ആക്കിയെടുക്കാം. ഇനി അപ്പോൾ ഇതാ ഈ ഒരു ഷേപ്പ് ആക്കിയെടുത്തിട്ടുണ്ട്. ഏത് ഷേപ്പ് വേണമെങ്കിലും നമുക്കാക്കാം. അപ്പോൾ ഇങ്ങനെ ആക്കിയതിന് ശേഷം നമുക്ക് മാറ്റി വെക്കാം. ഇത് കുറച്ചൊക്കെ എരിവുള്ള ഒരു സ്നാക്കാണ്. നമ്മൾക്ക് നല്ല എരിവ് വേണമെന്നുണ്ടെങ്കിൽ എരിവുള്ള ഒരു മുളകുണ്ടല്ലോ അത് യൂസ് ആക്കാം കേട്ടോ. ഇതാകുമ്പോൾ അങ്ങനെ എരിവ് അധികമില്ല, എന്നാലും ചെറിയൊരു എരിവൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഇതുപോലെ മടക്കി എടുത്തിട്ട് നമുക്ക് നല്ലൊരു ഷേപ്പ് ആക്കിയെടുക്കാം. പിന്നെ നല്ലോണം തടിയാക്കാൻ പാടില്ല. കുറച്ചൊരു തിന്ന് വേണം. ഓവർ തടിയാക്കി കഴിഞ്ഞാൽ അതിൻ്റെ ഉൾഭാഗം വേവാത്ത പോലെ ഉണ്ടാവും. അപ്പോൾ ഇതാ ഇതുപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ സ്നാക്കെല്ലാം ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഞാനിത് ഉണ്ടാക്കി വെച്ച ശേഷം പ്ലേറ്റിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ആ ഒരു ഫ്രണ്ട് ഭാഗം ഒന്നും കൂടി ഷേപ്പാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ കുറച്ചും കൂടി ഈസിയാവും. അപ്പോൾ ഇന്ന് എനിക്ക് കുറച്ചും കൂടുതൽ ഓർഡർ ഉണ്ടായിരുന്നു. പഫ് ഉണ്ടാക്കിയിട്ടുണ്ട്, പിന്നെ റോള്, കട്ട്ലറ്റ്, തേങ്ങാമുറി, പിന്നെന്താ എഗ്മാസ്, അങ്ങനെ കുറച്ച് ഐറ്റംസൊക്കെ ഇന്ന് ഉണ്ടാക്കി. ഞാൻ എല്ലാ സ്നാക്കും ഉണ്ടാക്കിയ ശേഷം ഒന്നിച്ചൊന്ന് പൊരിച്ചെടുക്കലാണ്. അങ്ങനെ ആകുമ്പോൾ നമ്മൾ ടൈം ലാഭമാണ് കേട്ടോ. അപ്പോൾ ആദ്യം ഞാൻ ഫ്രൈ ചെയ്യുന്നത് ഈ ഒരു പഫാണ്. ഇതിനാണെങ്കിൽ ഓയിലധികം ചൂടാവാൻ പാടില്ല. ലൈറ്റ് ചെറിയൊരു ചൂടുള്ള ആ ഒരു സമയത്താണ് നമ്മളിത് പൊരിച്ചെടുക്കേണ്ടത്. അപ്പോഴാണ് നല്ലൊരു സൈസ് വലുതായിട്ട് വരുന്നത്. അപ്പോൾ അതൊന്ന് തീർന്നതിന് ശേഷം നമ്മൾ ഈ ഒരു സ്നാക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സ്നാക്കിന് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് നമ്മളിത് പൊരിച്ചെടുക്കുന്നത്. കൂടുതൽ ഫ്ലെയിം കൂട്ടണ്ട. അപ്പോൾ പെട്ടെന്ന് കരിഞ്ഞോ ഉൾഭാഗം ഒന്നും വേവാതെ രീതിയിലാവും. അപ്പോൾ ഒരു ഭാഗം നല്ല ക്രിസ്പിയും ഗോൾഡൻ കളറാകുന്ന സമയത്ത് നമ്മൾക്കിത് പൊരിച്ചെടുക്കാം. തിരിച്ചിടാം. അപ്പോൾ നല്ലോണം ക്രിസ്പി പോലെ ആവില്ല, എന്നാലും ആ ഒരു സൈഡ് നല്ലൊരു കളറൊക്കെ മാറി വരും. അപ്പോൾ ഈ ഒരു ഭാഗവും കൂടി ഒന്ന് അങ്ങനെ ആക്കിയെടുക്കാം. അപ്പോൾ ഇതിന് പേരെന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തന്നെ ഒരു പേര് കമൻറ്റിൽ അറിയിക്കട്ടോ. വൈകുന്നേരം ചായയുടെ കൂടെ കഴിക്കാനെല്ലാം നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇന്ന് നമ്മൾ ഇതൊക്കെ ആയിരുന്നു ഉണ്ടാക്കിയത്. അപ്പോൾ ഇത് ഉണ്ടാക്കിയ ശേഷമാണ് മറ്റ് സ്നാക്കെല്ലാം ഞാൻ ഫ്രൈ ചെയ്തെടുത്തത്. കാരണം ഇതിനെല്ലാം കുറച്ച് കൂടുതൽ തന്നെ ഫ്ലെയിമാക്കി നല്ല ഫ്ലെയിമോട് കൂടിയിട്ടാണ് ഞാൻ പൊരിച്ചെടുക്കുന്നത്. അതിൻ്റെ എല്ലാം പുറം ഭാഗം മാത്രമായിട്ട് ക്രിസ്പി ആയാൽ മതി. അപ്പോൾ ഞാനിതൊന്ന് കട്ട് ചെയ്തിട്ടും കൂടി ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇനി അടുത്ത നല്ല വെറൈറ്റി സ്നാക്കുമായിട്ട് വീണ്ടും വരാം. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.